ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടകളിലൊന്നും പോയി വാങ്ങിക്കാതെ വീട്ടിൽ വെച്ച് തന്നെ ഒരു അടിപൊളി ചിക്കൻ ഷവർമ എങ്ങനെ തയ്യാറാക്കാന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഷവർമ കഴിക്കണമെന്ന് തോന്നിയാൽ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസുകൾ വെച്ച് തന്നെ ഒരു അടിപൊളി ടേസ്റ്റിൽ ഷവർമ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഷവർമ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 750 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പിടി വെളുത്തുള്ളിയും 2 പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അതും 1 കപ്പ് തൈരും ചേർത്ത് കൊടുത്താൽ മതി. അരച്ച് വെച്ചത് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലകളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുബൂസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1.5 ടീസ്പൂൺ ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള പാലെടുത്തിട്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ച് വെച്ചിട്ട് ഡബിൾ സൈസ് ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചിക്കന് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളമെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. ഇതിന് തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം. വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഈ വേവിച്ച് വെച്ച ചിക്കന് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ ചിക്കന് വേവിക്കുമ്പോൾ സോയാ സോസോ മാഗി ക്യൂബോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. മുഴുവൻ ചിക്കനും ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കുബൂസിൻ്റെ മാവ് ഇവിടെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മാവിൽ നിന്ന് ഈ ഒരു വലിപ്പത്തിൽ ബോൾസാക്കി എടുത്തിട്ട് കുറച്ച് കനത്തിൽ പരത്തിയെടുക്കാം. ഈ ഒരു കട്ടിയിലാണ് ഞാനിവിടെ കുബൂസ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതിനൊരു ചൂടായ പാനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ചെറുതായിട്ട് കുക്കായിട്ട് വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൊങ്ങി വരും. ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം.
ബാക്കിയുള്ളതും ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട്. കുബൂസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുമാണ് ഇത് ഷവർമ്മയാക്കിയിട്ട് കഴിക്കാൻ. ഇനി ഇവിടെ കുറച്ച് ക്യാബേജും ക്യാരറ്റും ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ കക്കിരിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഷവർമ്മ റോൾ ചെയ്തെടുക്കുക. അതിനായിട്ട് ഒരു കുബൂസ് എടുത്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നല്ലോണം മയോണീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാബേജിൻ്റെ മിക്സ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനും ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ലോണം ചിക്കൻ ചേർത്ത് കൊടുക്കണം, എന്നാലേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. ഇതൊരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനി കടകളിലൊന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല. വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് ചൂടായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി കുട്ടികൾ ഷവർമ്മൊക്കെ ചോദിക്കുമ്പോൾ വീട്ടിൽ വെച്ച് തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.